ദിവസവും പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈസി ടിപ്സ് ഫോർ യു. ജനഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുന്നു. അതെ, ഒരു കാലത്ത് പട്ടാളക്കാരും പോലീസുകാരും മാത്രം ഓടിച്ചിരുന്ന ഈ വാഹനം ഇന്ന് സാധാരണക്കാരൻ്റെ പ്രിയ വാഹനങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും പുതിയ ബുള്ളറ്റിനേക്കാൾ ഇന്നും പ്രിയം പഴയ ബുള്ളറ്റുകളോട് തന്നെയാണ്. അതിന് പ്രധാന കാരണത്തും ദൃഢതയും ഏടുനിൽപ്പും എണ്ണി ഒടുങ്ങാത്ത ഒരുപാട് സവിശേഷതകളൊക്കെയാണ്. എന്നാൽ പഴയ ബുള്ളറ്റ് വാങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരുപക്ഷെ ബുള്ളറ്റിനെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കേണ്ട കാര്യം അത്രമാത്രം ഇതിൻ്റെ കംപ്ലയിൻസിനെ കുറിച്ചൊക്കെ കൃത്യമായി അവർക്കറിയാം. എങ്കിലും അറിയാത്തവർക്കായി ചില കാര്യങ്ങൾ ഈസി ടിപ്സിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ബുള്ളറ്റിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അതിൻ്റെ ശബ്ദം തന്നെയാണ്. ബുള്ളറ്റ് ഇരപ്പിക്കുമ്പോൾ മറ്റ് അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് നാം ബുള്ളറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബുള്ളറ്റിന് എപ്പോഴും ഒരു ഒഴുക്കവും സ്ഥിരതയുമാർന്ന ശബ്ദമുണ്ടെന്ന് നാം സ്വയം പരിശോധിച്ച് ബോധ്യം വരുത്തണം. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഗിയർ സിസ്റ്റം. ഗിയർ മാറ്റം സുഗമമായില്ലെങ്കിൽ തന്നെ റൈഡിങ്ങിലൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓടിച്ചു നോക്കുമ്പോൾ ഗിയർ തുടർച്ചയായി മാറി മാറി കാര്യമായ പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഗിയർ മാറ്റുമ്പോൾ തെറ്റായി ന്യൂട്രൽ കടന്നു വരുന്നുണ്ടോയെന്നും നാം പരിശോധിക്കണം. അതുപോലെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകളിൽ പതിവ് പ്രശ്നക്കാരനാണ് ഓഡോമീറ്റർ. വിവിധ വേഗതകളിൽ ബുള്ളറ്റിനെ ഓടിച്ചു നോക്കി ഓഡോമീറ്ററിൻ്റെ പ്രവർത്തനം നാം വിലയിരുത്തണം. അതുപോലെ ബുള്ളറ്റ് മാത്രമല്ല, ഏതൊരു വാഹനമായാലും അതിൻ്റെ ക്ലച്ച് സംവിധാനത്തിലേക്കും നാം ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. അത് ക്ലച്ച് കേബിളുകൾക്ക് തകരാറില്ലെന്ന് നാം ഉറപ്പുവരുത്തണം. അതുപോലെ ക്ലച്ച് മാറുമ്പോൾ ക്ലച്ചിൻ്റെ പ്രവർത്തനം സുഖകരമാണോ എന്ന് നാം പരിശോധിക്കണം. അതുപോലെ എൻഫീൽഡുകൾക്കും ഓയിൽ ചോർച്ച എന്നത് വളരെയധികം കുപ്രസിദ്ധമായൊരു കാര്യമാണ്. എൻജിൻ, ക്ലച്ച്, ഗിയർ ബോക്സ് ഇവിടെ എവിടെ നിന്നായാലും ഓയിൽ ചോർച്ച വലിയ പ്രശ്നങ്ങൾക്ക് ഇടവയ്ക്കും. അതുകൊണ്ട് തന്നെ പഴയ ബുള്ളറ്റ് വാങ്ങുന്നതിന് മുമ്പ് ഈ ഓയിൽ ചോർച്ചയുടെ കാര്യം നാം കാര്യമായി പരിഗണിക്കണം. അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇരപ്പിക്കുമ്പോൾ സൈലൻസറിൽ നിന്നും പുക വരിക എന്നുള്ളത് സാധാരണമാണ്. എന്നാൽ കൂടുതൽ അളവിൽ പുക വരുന്നത് അകത്തെന്തോ പ്രശ്നമുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ്. അത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ വേറൊരു പ്രധാന കാര്യമാണ് എൻജിൻ നമ്പറും ചേസ് നമ്പറും തമ്മിലുള്ള പൊരുത്തം. കാരണം ഇത് രണ്ടും ഒത്തുനോക്കി വേണം നാം ഏതൊരു മോട്ടോർ സൈക്കിളായാലും, ബുള്ളറ്റ് മാത്രമല്ല ഏതൊരു മോട്ടോർ സൈക്കിൾ വാങ്ങുമ്പോഴും എൻജിൻ നമ്പറും ചേസ് നമ്പറും നാം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം വാഹനത്തിൻ്റെ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളാണെങ്കിൽ എൻജിനും ചേസും മാറ്റിവെക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് RC ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയും വേണം. അല്ലാത്ത പക്ഷം ഈ വാഹനം അനധികൃതമായാണ് നാം നിരത്തിൽ ഓടുക എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് എൻജിൻ നമ്പറും ചേസ് നമ്പറും നാം ഒത്തുനോക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ ഒരു വശത്തേക്ക് കൂടുതൽ ചെരിവുണ്ടെങ്കിൽ വീൽ അലൈൻമെൻറ്റിൽ കാര്യമായ തകരാറുണ്ടെന്ന് മനസ്സിലാക്കാം. ഷോക്ക് അബ്സർ പരിശോധിക്കാൻ എളുപ്പമാണ്. ബുള്ളറ്റ് സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടതിന് ശേഷം കയറിയിരുന്ന് ഒന്ന് നന്നായി ഷോക്ക് അബ്സറുകളുടെ ആരോഗ്യം നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ ഓണറിൻ്റെ അനുവാദമുണ്ടെങ്കിൽ, ഉടമയുടെ അനുവാദമുണ്ടെങ്കിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഷോക്ക് അബ്സറിൻ്റെ അതിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായി സാധിക്കും. അതുപോലെ എക്സോസ്റ്ററിൽ രൂപമാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. മറ്റൊന്നുകൊണ്ടുമല്ല, എക്സോസ്റ്ററിലുള്ള മോഡിഫിക്കേഷൻസ് ബുള്ളറ്റുകളുടെ മൂല്യം കുറയ്ക്കും. അപ്പോൾ കമ്പനി നൽകുന്ന സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ് ബുള്ളറ്റിലുള്ളതെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ബാറ്ററിയുടെ ആരോഗ്യം. വണ്ടിയുടെ പഴക്കം ചെല്ലും തോറും ബാറ്ററിയുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇത് വഴിതെളിക്കുകയുള്ളൂ, ബാറ്ററിയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശോധിക്കാനായി സർവീസ് റെക്കോർഡ് ബുക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബാറ്ററി കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കണ്ടെത്താൻ സാധിക്കും. ഹോണിൻ്റെ ശബ്ദം വിലയിരുത്താനും നാം മറക്കരുത്. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് സ്റ്റാർട്ടറിന് തകരാറുണ്ടോ എന്നും ബുള്ളറ്റിൽ പരിശോധിക്കണം. ഒരു 3-4 തവണ ഓടിക്കൊണ്ടിരിക്കുന്ന ബുള്ളറ്റ് നിർത്തിയതിന് ശേഷം ഇലക്ട്രിക് സ്റ്റാർട്ടർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. അതുപോലെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ മേടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് തുരുമ്പ്. ബുള്ളറ്റിനൊക്കെ കാര്യമായും വിട്ടകലാത്തൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ബുള്ളറ്റ് വാങ്ങുമ്പോൾ കാര്യമായ തുരുമ്പുണ്ടോ എന്നുള്ളത് നാം കണ്ടെത്തണം. സ്ക്രൂ, ചെയിൻ, ഹാൻഡിൽ പോലുള്ള ഭാഗങ്ങളിൽ തുരുമ്പ് കാണാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്തരം ഭാഗങ്ങളിൽ തുരുമ്പ് കൂടുതലുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. ബുള്ളറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിപാലനത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ബുള്ളറ്റിന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കും. അതുകൊണ്ട് അത്രയും കൃത്യമായി പരിപാലിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ കാര്യമായ തകരാറുണ്ടായിരിക്കുകയില്ല.
ദിവസവും പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈസി ടിപ്സ് ഫോർ യു.